സതീശനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് PV അൻവർ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിന്റെ പാപഭാരം താനിപ്പോഴും ചുമക്കുകയാണെന്നും രാജിവച്ചതിന് പിന്നാലെ അൻവർ പറഞ്ഞു. ഒരുപാട് പാപഭാരം ചുവന്ന ആളാണ് ഞാനെന്ന് അൻവർ പറഞ്ഞു. VD സതീശനെതിരെ 150 കോടിയുടെ കോഴ ആരോപണം സഭയിൽ ഉന്നയിച്ചത് പി ശശി നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്. പിതാവിന് തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് താനെന്ന ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച കാര്യം മാത്രമാണ് താൻ ചെയ്തത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്നങ്ങനെ ഒരു പ്ലാനിംഗ് നടന്നതെന്ന് അറിയില്ല. സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ന് രാവിലെയാണ് MLA സ്ഥാനം അൻവർ രാജിവെച്ചത്. നിലമ്പൂർ നിയമസഭാ അംഗമെന്ന പദവിയിൽ നിന്നുള്ള രാജിക്കത്ത് സ്പീക്കർ AN ഷംസീറിന് അൻവർ കൈമാറി. സ്പീക്കർ രാജി സ്വീകരിക്കും. നേരത്തെ MLA ബോർഡ് വയ്ക്കാത്ത കാറിലാണ് അൻവർ നിയമസഭയിലേക്ക് എത്തിയത്. 9:30 സ്പീക്കർ തന്റെ ചേംബറിലെത്തി. അവിടെ വെച്ച് കത്ത് നൽകി. അങ്ങനെ അൻവർ MLA അല്ലാതെയായി. ഇതോടെ അയോഗ്യതാ ഭീഷണിയെ മറികടക്കുകയാണ് അൻവർ. സ്വതന്ത്ര MLA ആയി ജയിച്ചാൽ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പാടില്ല. അത് അയോഗ്യതയ്ക്ക് കാരണമാകും. അതുകൊണ്ടുകൂടിയാണ് രാജി. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ഇനി അൻവർ പ്രവർത്തിക്കും. അൻവർ രാജിവെച്ച പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതോടെ UDF സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കാമോ എന്നാണ് അറിയേണ്ടത്. തൃണമൂലിനെ UDFിലെടുത്താൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല. പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വിജയസാധ്യതയുള്ള മലപ്പുറത്തെ മണ്ഡലം തരികയും വേണം. ഇതാണ് അൻവർ UDFിന് മുന്നിൽ വയ്ക്കാൻ പോകുന്ന ഫോർമുല. UDFിലെടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കുകയും ചെയ്യും. അൻവർ തൃണമൂലിന്റെ രാജ്യസഭാ അംഗമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ തൃണമൂൽ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ തന്നെയാണ് പങ്കുവച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്താൽ അയോഗ്യത നേരിടേണ്ടി വന്നേക്കും. ഈ സാഹചര്യത്തിലാണ് അൻവർ രാജിവെച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ സ്ഥാനമാണ് PV അൻവർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ ചില നേതാക്കൾ ഷോൾ അണിയിക്കുന്നതിന്റെ ഫോട്ടോകളും അൻവറിന്റെ ടീം പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ പരാതി കിട്ടിയാൽ നടപടിയെടുക്കാൻ സ്പീക്കർക്ക് തെളിവുകളും ഉണ്ടായിരുന്നു.